السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മുടെ ക്ലാസ് എടുക്കാൻ സൗകര്യപ്പെട്ടില്ല. ഒരു യാത്രയിലായിരുന്നു ഇന്നലെ സുബഹി മുതൽ. ഇപ്പോൾ ഏകദേശം 11:30 മണിക്ക് നാട്ടിൽ തിരിച്ചെത്തിയതേ ഉള്ളൂ. ഇന്നും ക്ലാസ് മുടങ്ങണ്ടെന്ന് കരുതി ഒരല്പം ഇന്നെടുക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ മുതൽ ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിവിധ ലക്ഷ്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അശ്രാന്ത പരിശ്രമം കാരണം പൂർത്തീകരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു നമ്മുടെ പത്രവും. പത്രത്തിൻ്റെ കാര്യം പറയുന്നിടത്താണല്ലോ ഇന്നലെ ക്ലാസ് നടത്തിയത്. ഈ പത്രമെങ്ങാനും നമുക്കില്ലായിരുന്നെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനവും പ്രവർത്തകരെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സമുന്നതരായ നേതാക്കളെയും എന്നോ തമസ്സിന്റെ ഉള്ളിലേക്ക് ഈ ക്ഷുദ്ര കക്ഷികൾ തള്ളിയിടുമായിരുന്നു. അങ്ങനെയാണ് അതിന്റെ പൂർവിക കാല ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുക. മുസ്ലിം പേരിൽ ഒരു പത്രം, മുസ്ലിങ്ങളുടെ പേരിൽ, പത്രത്തിന്റെ പേര് മുസ്ലിമിൻ്റേതല്ലെങ്കിലും മുസ്ലിമീങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രം ഇവിടെ ഉണ്ടായിട്ട് മുസ്ലിമീങ്ങളിൽ 98% പ്രതിനിധീകരിക്കുന്ന സുന്നികളുടെ ഒരു ന്യൂസ് ആ പത്രം ഒരാഴ്ച മുഴുവനും പരിശോധിച്ചാലും കാണാത്ത അവസരം ഉണ്ടായിരുന്നു. എന്നാൽ പുത്തൻവാദികളുടെ ഏത് നേതാക്കളുടെയാണെങ്കിലും, ഉദാഹരണത്തിന് ഷേഖ് മുഹമ്മദ് കുക്കശ്ശേരി എന്ന് പറയുന്ന ഒരു വിദ്വാന്റെ എന്തൊക്കെ അദ്ദേഹം വിശദമായി എഴുതിവിട്ടാലും അത് പ്രാധാന്യത്തോടുകൂടെ ആഴ്ചയിൽ ഒരു ദിവസം അത് പ്രത്യേകമായി കൊടുത്തിരുന്നു. ആ സ്ഥാനത്ത് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളുടെയോ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെയോ ഒരു വിവരവും പത്രങ്ങളിൽ ഉണ്ടാകുമായിരുന്നില്ല. അതായിരുന്നു ആ പത്രത്തിന്റെ സ്ഥിതി. അവിടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വ എന്ന നിലയ്ക്ക് തന്നെ ഈ ആദർശം അത് നിലനിർത്താൻ വേണ്ടി ഈ പത്രം ഒന്നുമില്ലാത്ത വെറും കാലി കൈകളെ കൊണ്ട് അത് തുടങ്ങിയത്. ഒരു സമ്പാദ്യവുമില്ലായിരുന്നു. ഒരു ഓഫീസില്ല, വേണ്ടതുപോലെയുള്ള പ്രസ്സില്ല, എല്ലാ ജില്ലകളിലും ഒരു പ്രവർത്തകന്മാരില്ല, ആരുടെ കയ്യിൽ നിന്നും അതിന് ലക്ഷങ്ങൾ സംഭാവന അന്ന് വാങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ ഈ പത്രം ആരംഭിച്ചപ്പോൾ പലരും ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ ആ പത്രം വളരെ പരിമിതമാണെങ്കിലും അന്ന് തുടങ്ങിയിട്ട് ആ പത്രത്തിന്റെ വളർച്ചയ്ക്ക് ദുആ ചെയ്യാൻ മഹാനായ മർഹൂം കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു. ആ പത്രത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ മഹാനായ മർഹൂം ശംസുൽ ഉലമ ശൈഖുന ഇ.കെ. ഉസ്താദുകളുണ്ടായിരുന്നു. ആ പരിപാടിക്ക് ഉജ്ജ്വലമായ ആശംസ നേരാൻ മഹാനായ മർഹൂം കോട്ടുമല ഉസ്താദ് എന്നറിയപ്പെടുന്ന കോട്ടുമല അബൂബക്കർ മുസ്ലിയാരുണ്ടായിരുന്നു. ഈ മഹാന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവരുടെയൊക്കെ ആശീർവാദത്തോടു കൂടി സുന്നത്ത് ജമാഅത്തിന്റെ മുന്നണി പോരാളിയായ കാന്തപുരം ഉസ്താദ് അവറുകൾ കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിന്റെ എതിർവശത്തുള്ള
RTO ഓഫീസിന്റെ പരിസരത്ത് വെച്ച് ഏറ്റവും ലളിതമായ ഒരു ചടങ്ങിൽ രാവിലെ ഒരു 11 മണിക്ക് 11 മണിക്ക് ഈ പത്രത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ സൂര്യൻ ഉദിച്ച് ഉയർന്ന് അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തുന്ന സമയമായിരുന്നു. പ്രകാശം വേണ്ടതുപോലെ ക്ഷരിക്കുന്നൊരു സന്ദർഭമായിരുന്നു ആ ഉദ്ഘാടന സമയം. അഥവാ ദുഹാ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം അർഹിക്കുന്ന ഒരു സുപ്രധാന സമയത്ത് ഈ മഹാന്മാരുടെ കരങ്ങളിൽ നിന്നും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ കരങ്ങളിലേക്ക് ഈ പത്രം നീങ്ങാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ബർക്കത്ത് ചെയ്തു. മഹാനായ മർഹൂം കോട്ടുമൽ ഉസ്താദ് അവர்கள் അന്ന് തന്നെ പ്രഖ്യാപിച്ചു, നിങ്ങൾ ഒരു സിറാജ് എന്ന് പറഞ്ഞതിനെ ചെറുതാക്കണ്ട. സിറാജ് എന്ന് പറഞ്ഞാൽ പ്രകാശം സ്ഫുരിക്കുന്ന ഒരു സാധനം, ഒരു വിളക്ക്. അതിന് വ്യാഖ്യാനം നൽകി ആത്മാർത്ഥയുടെ നിറകുടമായ മഹാനായ കോട്ടുമൽ ഉസ്താദ് അവர்கள், ഇത് സിറാജം മുനീറ, വെറും സിറാജല്ല. സിറാജ് എന്ന് പറയുമ്പോൾ ഒരു വിളക്കിൽ ലേശം എണ്ണ വാർന്ന് അതിൻ്റെ തിരിക്കൊന്ന് തീ കൊടുത്താൽ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ആ കത്തൽ ഒരു പ്രകാശം തന്നെയാണ്. പക്ഷേ ഇതല്ല സിറാജം മുനീറ, ഇത് കത്തിജ്വലിക്കുന്ന പ്രകാശമാണ്. ലോകത്തെമ്പാടും ശോഭ പരത്തുന്ന പ്രകാശമാണ്. ഇത് സാധാരണ പ്രകാശമല്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആത്മാർത്ഥമായി ദുആ ചെയ്തു, റഹ്മാനെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ പത്രം നീ ഉത്തരോത്തരം ഉയർത്തണം തമ്പുരാനെ. ബഹുമാനപ്പെട്ടവർ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും, എന്റെ പേര് പറഞ്ഞുകൊണ്ടും അവസാനം ഈ ദീന നശിപ്പിക്കാൻ ആളുകൾ വരും. കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ശംസുൽ ഉലമയുടെ പേര് പറഞ്ഞുകൊണ്ട് ദീന നശിപ്പിക്കാൻ ആള് വരുമെന്ന് ഈ മഹാന്മാർ വളരെ മുമ്പേ കണ്ടു മനസ്സിലാക്കി. അതുകൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ടവർ അന്ന് ദുആ ചെയ്യുന്ന സമയത്ത് മഹാനവരുടെ ദുആയിൽ വരികയാണ്, ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ പുറപ്പെടുന്ന പത്രമാണിത്. ഇത് സാധാരണ ഒരു പത്രമായി ആരും കാണണ്ട. ഇത് ദീനിന്റെ വെളിച്ചമാണ്, ദീനിന്റെ പ്രകാശമാണ്, ദീനിന്റെ വിവരണമാണ്. ദീൻ ഇതിലൂടെ വിവരിക്കുമ്പോൾ പലർക്കും പലതും തോന്നും. അത് കൂടെയുള്ളവർക്കും തോന്നും, അല്ലാത്തവർക്കും തോന്നും. അതുകൊണ്ട് കൂടെയുള്ളവരുടെയും അല്ലാത്തവരുടെയും എല്ലാവിധ ശർറിൽ നിന്നും ഈ പത്രത്തെയും ഈ പത്രം പുറത്തിറക്കുന്ന AP അബൂബക്കർ മുസ്ലിയാരെയും നീ കാക്കണം തമ്പുരാനെ. നമുക്കൊന്നും അന്നത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് നിങ്ങൾ ദുആ ചെയ്യുന്നത്. ഈ പത്രത്തെയും ഈ പത്രം പുറത്തിറക്കുന്ന AP അബൂബക്കർ മുസ്ലിയാരെയും നീ കാക്കണം തമ്പുരാനെ. എല്ലാ ശർറിൽ നിന്നും നീ കാത്തുരക്ഷിക്കണം റബ്ബേ. പലരും പിന്നീട് ഇതിനെ എതിർക്കാൻ വരുന്നവരുണ്ടാകും, അവരിൽ നിന്നും കാക്കണം തമ്പുരാനെ. ഇങ്ങനെ മടക്കി മടക്കി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദുകൾ ചെയ്തപ്പോൾ അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മഹാനവറുകൾ പറഞ്ഞതുപോലെ തന്നെ ആരൊക്കെ ഇതിനെ എതിർക്കാനൊരുങ്ങി, ഏതൊക്കെ കോണിൽ നിന്ന് എതിർപ്പ് വന്നു, ഏതൊക്കെ കോണിൽ നിന്ന് സുന്നികളാണെന്ന് പറയുന്നവരും ആ സുന്നികളുടെ ലേബിളിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഓശാന പാടി, മറ്റുള്ളവർക്ക് വേണ്ടി ഓശാന പാടി. എന്നിട്ട് പ്രത്യക്ഷത്തിൽ അവർ സുന്നികളായി അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പുറത്തു വിട്ടു. 84-ലായിരുന്നല്ലോ ഇതിന്റെ പ്രകാശനം. 89 ആയപ്പോഴേക്ക് ഒരു വകതിരിവിനെത്തി. പത്രത്തിനെ സ്നേഹിക്കുന്നവർ ആര്, അതിനെ വെറുക്കുന്നവരാര്, പത്രം ഇവിടെ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് ആർക്ക്, അതുകൊണ്ടുള്ള ഉപകാരമാർക്ക്, ഇതൊക്കെ നെല്ലും കല്ലും തിരിഞ്ഞു വന്നു. 989 ആയപ്പോഴേക്ക് അഥവാ
ഒരു ചെറിയ 5 വർഷ കാലയളവിനുള്ളിൽ. അപ്പോൾ ഇവരൊക്കെ കർട്ടന് പിന്നിലിരുന്ന് വിളിച്ചു കാട്ടാൻ തുടങ്ങിയില്ല. ആ വിളിച്ചുകാട്ടൽ ഈ പത്രത്തിനെതിരെയും പത്രം നടത്തുന്ന നേതാക്കൾക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അവർ മുന്നോട്ട് തന്നെ വരാൻ തുടങ്ങി 89-ന് ശേഷം. അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഒന്നുകൂടി അരയും തലയും മുറുക്കി രംഗത്ത് വന്നു. ആ വന്നതിന്റെ പേരിൽ 89, 90, 91, 94 വരെയുള്ള കാലയളവിൽ, അഥവാ ഈ 4-5 വർഷം തീക്ഷ്ണമായ പരീക്ഷണമായിരുന്നു, കഠിനമേറിയ പരീക്ഷണം. പക്ഷേ ആ പരീക്ഷണത്തെയൊക്കെ സുന്നി പ്രവർത്തകർ അതിജയിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തകർക്ക് ഉത്തേജനം നൽകി. ആ ഉത്തേജനത്തിൽ നിന്നും ഈ പത്രത്തിന്റെ അണിയറ ശില്പികളെയും ഈ പ്രവർത്തകന്മാർ അതിരറ്റ് സ്നേഹിച്ചു, അവരെ ആദരിച്ചു. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന വാക്കുകൾ മുഴുവനും ശിരസാവഹിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നേറി. ആ കാരണം കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് ആരുടെ മുന്നിലും സുന്നത്ത് ജമാഅത്ത് തല ഉയർത്തി നിൽക്കുന്നു. അതിന് അദ്ദേഹം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഇങ്ങനെ ചൂഷണം ചെയ്ത് കാശ് പിരിച്ചു കൊണ്ടുവന്ന് അത് ദുർവ്യയം ചെയ്യുന്നു, ദൂർത്തടിക്കുന്നു. നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ തരക്കേടില്ല. ഇവിടെ ഭിന്നിപ്പിന് വേണ്ടി ചെലവാക്കുന്നു, ഇവിടെ സമുദായം നശിക്കാൻ വേണ്ടി ചെലവാക്കുന്നു. ഇയാൾ ഈ അറബികളൊക്കെ പോയി വാങ്ങി കൊണ്ടുവന്ന കാശ് ഇവിടെ ദൂർത്തടിക്കുകയാണ്, അതുകൊണ്ട് സമുദായത്തിന് ദോഷമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം വ്യാജമായി പറയുന്നത്. അതൊന്ന് പരിശോധിക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, 2 ദിവസത്തെ ഒരു നീണ്ട യാത്രയും ഇന്നലെ ചില നെറ്റ് പ്രോബ്ലവും ഒക്കെ ആയതുകൊണ്ട് 2 ദിവസമായി നമ്മളെ ക്ലാസ് വേണ്ടതുപോലെ നടന്നിട്ടില്ല. ഇന്നലെ ഒരു 10-12 മിനിറ്റ് സംസാരിച്ചെങ്കിലും അപ്പോഴേക്കും നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് പിന്നെ നിർത്തിവെക്കേണ്ടി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കാനുള്ള നമ്മുടെ ഈ സംരംഭം മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ തുടർന്നു പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മുസ്ലിം ജമാഅത്തിന്റെ അനിവാര്യമായ ചില കാരണങ്ങളുള്ളത് കൊണ്ടാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും യാത്ര ചെയ്യേണ്ടി വന്നത്. നമ്മുടെ ക്ലാസ് റൂമിലൂടെയോ മറ്റോ ഒന്നും പബ്ലിക് പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുള്ളതിനാലും അത് പ്രാവർത്തികമാക്കാനുള്ള പ്രായോഗിക പരിശീലനം അവർക്ക് നേരിട്ട് നൽകാനുള്ളതിനാലും ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അവറുകൾ കുവൈത്തിലേക്ക് പോയപ്പോൾ നേരിട്ട് വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ദിവസം ഇങ്ങനെ വേണ്ടി വന്നതെന്ന് കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ കാര്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒരുപാട് ആളുകൾ തയ്യാറാകുന്നുണ്ട് എന്നതിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവന്റെ റഹ്മത്തും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. ഇന്നലെ നാം പറഞ്ഞ് നിർത്തിയത് കുറെ ആരോപണങ്ങൾ ഈ ഒരു രാഷ്ട്രീയ മൗലാന ഉപയോഗിക്കുകയാണ്. രാഷ്ട്രീയ മൗലാന എന്ന് തന്നെ അദ്ദേഹത്തെ പറയാം. കാരണം 1, 2, 3 രാഷ്ട്രീയത്തിനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനം. ആ രാഷ്ട്രീയത്തിന്റെ വേദിയും ആ രാഷ്ട്രീയത്തിന്റെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ കളിയാക്കുക, കൊച്ചാക്കുക, അദ്ദേഹം വലിയ വിവരമുള്ളവനാണെന്ന് നടിക്കുക, എന്നിട്ട് ഇടയ്ക്കൊക്കെ ഞാനൊന്നും വിവരമില്ലാത്തവനാണെന്ന് പറഞ്ഞ് അതൊരു കളിയാക്കൽ വേറെയും നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമാളി മൗലവിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അവർ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ രാഷ്ട്രീയത്തിന്റെ മേലങ്കി അദ്ദേഹത്തിന് ഇല്ലായിരുന്നുവെങ്കിൽ
ആലിമീങ്ങളുടെ കൽപ്പന സ്വീകരിച്ച് ആലിമീങ്ങളുടെ നിർദ്ദേശം അംഗീകരിച്ചായിരുന്നു അയാളുടെ മുന്നോട്ട് പോക്കെങ്കിൽ അയാളുടെ ആ സംസാര വൈഭവവും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ സുന്നത്ത് ജമാഅത്തിന് വിനിയോഗിക്കാമായിരുന്നു. പക്ഷേ സുന്നിയാണെന്ന് നാഴികക്ക് 40 വട്ടം പറയുകയും സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധരുടെ കൈകളിലെ കളിപ്പാവ് ആവുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിതി എന്നുള്ളത് വേദനാജനകമാണ്. ആ സുന്നി വിരുദ്ധരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മഹാനായ ശംസുൽ ഉലമയെയും അതുപോലെയുള്ള പണ്ഡിതന്മാരെയും അപകീർത്തിപ്പെടുത്താനും മറ്റുള്ളവർക്ക് അഥവാ മൂർത്തിതൈകൾക്ക് അതിന് പ്രചോദനമേകാനും അദ്ദേഹം വളരെ സാഹസപ്പെട്ടത്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഗൾഫിലോ അല്ലാത്ത സ്ഥലത്തൊക്കെ പോയി പണം പിരിച്ചു കൊണ്ടുവരുന്നു. ആ പിരിച്ചു കൊണ്ടുവരുന്നത് മുഴുവനും ദൂർത്തടിക്കുന്നു, സമുദായത്തിന്റെ ഭിന്നിപ്പിന് വേണ്ടി അത് ചെലവഴിക്കുന്നു. അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ തിരക്കിടില്ല. നല്ല കാര്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഈ കള്ളത്തരവും മറ്റുമൊക്കെ പറഞ്ഞ് അയാൾ പിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് കള്ളത്തരം പറഞ്ഞിട്ട് ഇല്ലാത്തത് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് പിരിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ ഈ മൗലവിക്കും ആ മൗലവിയെ താങ്ങി നടക്കുന്നവർക്കും അറിയുന്നുണ്ടോ, 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ചിലപ്പോൾ അങ്ങനെ നടക്കും. ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ നടക്കും. എന്നാൽ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഏകദേശം 40 കൊല്ലക്കാലം നീണ്ടുനിന്ന വിദേശയാത്രയുടെ അനുഭവം നാം ഒന്ന് പരിശോധിച്ചു നോക്കാം. 978 കാലങ്ങളിൽ ബഹുമാനപ്പെട്ടവർ ഗൾഫിൽ വരുമ്പോൾ സ്വീകരിക്കാൻ ആളില്ലായിരുന്നു. എയർപോർട്ടിലേക്ക് ചെല്ലാൻ ഒരു വണ്ടിയില്ലായിരുന്നു. സാധാരണ എല്ലാവരും എയർപോർട്ടിൽ ഇറങ്ങി വരുന്നത് പോലെ അദ്ദേഹവും ഇറങ്ങി വന്ന് ഇവിടെയുള്ള ആളുകളോടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അങ്ങനെ ആളുകളൊക്കെ കുറച്ചൊക്കെ സഹായിച്ച് സാധാരണ വരുന്ന മുസ്ലിയാരെ പോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും വന്നു. അത് 1 കൊല്ലത്തിനിടയിൽ തന്നെ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. 1 കൊല്ലത്തിനിടയിൽ തന്നെ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ആലിമാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലായി. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങി. നേരത്തെ ബഹുമാനപ്പെട്ടവർ വന്നപ്പോൾ ബാച്ചിലേഴ്സ് താമസിക്കുന്ന റൂമിൽ അവരോടുകൂടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും താമസിക്കേണ്ടി വന്നിരുന്നു. അത് കാസർഗോഡുള്ളവരും കോഴിക്കോടുള്ളവരും മലപ്പുറത്തുള്ളവരും എറണാകുളത്തുള്ളവരും തൃശ്ശൂരുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും ഒക്കെ. അന്നൊക്കെ അബുദാബിയിലുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കട്ടിലിന്റെ മുകളിൽ മറ്റൊരു കട്ടിൽ അട്ടിവെച്ചിട്ടായിരുന്നു ഉറങ്ങിയിരുന്നത്. അങ്ങനെയായിരുന്നു ചെറിയ ചെറിയ വില്ലകൾ. ഇന്നിപ്പോൾ ആ വില്ലകളൊന്നും അബുദാബിയിൽ പോയാൽ കാണാൻ തന്നെ കിട്ടുകയില്ല. അവിടെയൊക്കെ ഇപ്പോൾ കൂറ്റൻ കോൺക്രീറ്റ് മന്ദിരങ്ങളായി മാറിയിട്ടുണ്ട്. അവിടെ താമസിക്കാനൊക്കെ ചില നിബന്ധനകൾ മുനിസിപ്പാലിറ്റി വെച്ചിട്ടുണ്ട്. അന്ന് അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു വീട്, ആ വീട്ടിൽ എത്ര ആളുകൾക്ക് താമസിക്കാൻ കഴിയുമോ അത്രയാൾ താമസിക്കാനുള്ളതാണ്. അപ്പൊ 4 കട്ടിലിടുന്ന ഒരു റൂമിൽ ചിലപ്പോൾ അത് 8 ഉണ്ടാകും, ചിലയിടത്തത് 12 ഉണ്ടാവും. കട്ടിലിന് മേലെ കട്ടിൽ, അതിന് മേലെയും കട്ടിൽ, അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബാത്റൂം, അത് തന്നെ ചിലപ്പോൾ ബാത്റൂം പൊന്തി വരലും ഇങ്ങനെയൊക്കെ ആയിട്ട് വളരെ പ്രയാസപ്പെട്ടാണ് 977, 78, 80 കാലങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ. ആ അവസ്ഥയിലും അവരോട് സമരസപ്പെട്ടുകൊണ്ട് ഒരു ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണല്ലോ എന്ന് മനസ്സിലാക്കി ഈ മഹാപണ്ഡിതനും ഈ 10-14 ആളുകൾ താമസിക്കുന്ന ഒരു റൂമിൽ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടിക്കൊണ്ട് താമസിച്ച കാലം ഉണ്ടായിട്ടുണ്ട്. കാരണം നടന്നു വന്ന വഴി നാം മറക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. കാന്തപുരം ഉസ്താദ് മഹാനവറുകൾ വായയിൽ വെള്ളിക്കരണ്ടിയുമായി ഇങ്ങോട്ട് പിറന്നു വീണതല്ല. കഷ്ടപ്പാടിന്റെയും യാതനകളുടെയും ത്യാഗത്തിന്റെയും തീച്ചൂളയിൽ കഠിനമായി പരീക്ഷണം സഹിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ലോകത്തിന്റെ നെറുകയിലുള്ള ആ പണ്ഡിതൻ വിരാജിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഏത് കൺട്രിയിൽ ചെന്നാലും അവിടെയുള്ള വിലപിടിപ്പുള്ള കാറുമായി ഉമറാക്കൾ, പൗരപ്രധാനികൾ ഈ ഉസ്താദിനെ സ്വീകരിക്കാനുണ്ട്. അറബി പ്രമുഖരിൽ പലരും ഉണ്ട്. ഗൾഫ് നാടുകളിലൊക്കെ ആണെങ്കിൽ അറബി പ്രമുഖരിൽ പലരും തന്നെ
ഷേഖ് എന്തോന്ന് ഷേഖ് അബൂബക്കർ എന്നാ. ഞാനൊരു പ്രാവശ്യം ഉംറ കഴിഞ്ഞ് അബുദാബി വഴി തിരിച്ചു പോവുകയാണ്. അപ്പം അന്ന് ഉസ്താദ് അബുദാബിയിലേക്ക് വരും എന്നറിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴാണ് വരുന്നത് എന്ന് ഞാൻ അറിയില്ലായിരുന്നു. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി പുറത്തു വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പരിചയമുള്ള ഒരു അറബിയെ കണ്ട് സലാം പറഞ്ഞ് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി എന്തേപ്പോൾ ഇവിടെ എയർപോർട്ടിൽ നിൽക്കുന്നു എന്നിങ്ങനെ അന്വേഷിച്ചപ്പോൾ ആനന്ദ് ഷേഖ് അബൂബക്കർ. ഞാൻ ഷേഖ് അബൂബക്കർ വരുന്നുണ്ട്, അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വേറെ ഇവിടെ കമ്പറ്റിയും ആളുകളും RCFിൻ്റെയും ISFിൻ്റെയും ഒക്കെ പ്രവർത്തകരുണ്ടല്ലോ, അവരും ധാരാളം അവിടെ ഉണ്ട്. അതല്ല, ഷേഖ് അബൂബക്കർ വന്ന ഉടനെ എനിക്കെൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുപോകണം. എൻ്റെ വീട്ടിലൊരു 4 വയസ്സുകാരൻ, ആ കുട്ടി നിർത്താതെ കരയുന്നു.